സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. ശ്രീമദ് നാരായണീയത്തിൽ 65-ാമത്തെ ദശകം രാസക്രീഡ. ശ്രീമദ് ഭാഗവതത്തിലെ അതിപ്രധാനമായ ഭാഗം 5 അധ്യായം കൊണ്ട്. ഇവിടെ അത് 5 ദശകത്തിൽ 65, 66, 67, 68, 69 കേശഭാഷയിലാണ് അവസാനിക്കുന്നത്. ഇവിടെ സന്ദർഭം വേണുഗാനം കേട്ട് സ്ത്രീകളെല്ലാം വന്നു ഭഗവാന്റെ അടുത്തേക്ക് എത്തി. എന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം അവിടെ വെച്ച് നിർത്തി വായു സ്തംഭിച്ച പോലെ ഭഗവാന്റെ അടുത്ത് എത്തി. എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അത് പിന്നെ ഒരു തത്വമാണ്. ഭാഗവതത്തിൽ ആ ചോദ്യം ഉണ്ടായി, കൃഷ്ണനെ ജാരനായിട്ടും പരപുരുഷനായിട്ടും അല്ലേ ഗോപികൾ കണ്ടത് ശുഖമഹേഷേ? പിന്നെ ഇപ്പം അതിനിപ്പോൾ എന്താ ഇത്ര പ്രാധാന്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് മുക്തി കിട്ടുക? അതിപ്പോൾ ഒരു ശരിയാണോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. കൃഷ്ണം വിധു പരക്കാന്തൻ അത് ബ്രഹ്മതയാമുനെ, ബ്രഹ്മാത്മാവായിട്ടല്ലല്ലോ അവർ കൃഷ്ണനെ കണ്ടത്. പിന്നെ എന്താണ് രാസക്രീഡ അത്ര ശ്രേഷ്ഠം എന്ന് പറയാനുള്ള കാരണം? സംശയം ചോദിച്ചതാണ്, കുതർക്കല്ല. അപ്പോൾ പറഞ്ഞു, കാമം, സ്നേഹം, ക്രോധം, ഐക്യം ഏത് വിധമായിക്കോട്ടെ, പരീക്ഷിത്തെ മനസ്കൃഷ്ണേ നിവേശേൽ, മനസ്സ് ആ ഭഗവാനിൽ വന്നാൽ കൃഷ്ണനെ കൊല്ലണം, കൃഷ്ണനെ കൊല്ലണം, കൃഷ്ണനെ കൊല്ലണം. ശരി പറയും, ശരിയല്ലാത്ത രീതിയിൽ ഒരാളെ ചിന്തിക്കുമ്പോൾ അത്ര ദൃഢത കൂടുക. അതുകൊണ്ടാണ് ഈ ദുഷ്ടാത്മാക്കൾക്കും ഭക്തി അല്ലാതെ കൃഷ്ണനെ വിചാരിച്ചവർക്കും മുക്തി വേഗം കിട്ടിയത്. ഭക്തി കൂടെ വിചാരിച്ചാൽ മെല്ലേ കിട്ടുള്ളൂ. കാരണം ഒരാൾ നമ്മളോട് ശരിയല്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിലും പോലും, എന്നാലും അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, കാണിച്ചു കൊടുക്കാം, എനിക്കും വരും ഒരു സന്ദർഭം, ഇത് ഞാൻ പകരം വീട്ടും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഉറക്കം വരാതെ ഇരിക്കും. നല്ലത് ചെയ്താൽ നമുക്ക് ഉറക്കം വരാതിരിക്കുമോ? നല്ലത് ചെയ്താൽ കാണുമ്പോൾ ഒരു താങ്ക്സൊക്കെ പറയുന്നല്ലാണ്ട് അപ്പോൾ അതിനത്ര ഒരു ദൃഢതയില്ല. അപ്പോൾ നാരദൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായി ചോദ്യോത്തരം ചോദിക്കണ സമയത്ത്, അതുകൊണ്ട് ധർമ്മപുത്ര കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങ് ചിന്തിക്കേണ്ട, ദുഷ്ടബുദ്ധിയോട് കൂടിയിട്ട് കാണണം എന്നാണോ പറയണത്? അത് ഞാൻ പറഞ്ഞില്ല, കാരണം അങ്ങേക്ക് അതിന് കഴിയില്ല. ധർമ്മപുത്ര, അങ്ങേക്ക് പറ്റുമോ? ഭക്തനായിട്ടുള്ള അങ്ങേക്ക് കൃഷ്ണൻ്റെ മുഖത്ത് നോക്കി 4 ചീത്ത പറയാനോ, കൃഷ്ണനെ വധശ്രമം നടത്താൻ? അയ്യോ, അത് പറ്റില്ല, എന്നാൽ വേണ്ടതിന് കൊണ്ട. ശിശുപാലാദികൾക്കും ഹിരണ്യകശിപുവിനും രാവണനും ഒക്കെ അതിനുള്ള ഒരു ഗതി ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ ദുഷ്ടബുദ്ധിയാ കാണുവിൻ. അപ്പോൾ അവർക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ, അത് പറ്റുകയും ചെയ്യും. അത് നമുക്ക് പറ്റില്ല. നമുക്ക് പറ്റുമോ ഭഗവാനെ കൊല്ലണം അല്ലെങ്കിൽ വേറൊരു ഭാവത്തിൽ കാണാൻ? അപ്പോൾ പറ്റാത്തത് ചെയ്യണ്ടെന്നേ ഉള്ളൂ, മെല്ലെ കിട്ടിയാൽ മതിയല്ലോ. നാളെ കിട്ടണത് മറ്റന്നാൾ കിട്ടി, ഇന്ന് കിട്ടണത് നാളെ കിട്ടിയപ്പോൾ എന്താ കുഴപ്പം? അപ്പോൾ അതുകൊണ്ട് ഭക്തിയോടുകൂടി ഉപാസിക്കേണ്ടവർ ഭക്തിയോടുകൂടി ഉപാസിക്കുക, അതിന് പ്രാധാന്യമില്ല എന്നല്ല. ചിലർക്ക് ശത്രുബുദ്ധിയാരെ കാണാൻ പറ്റൂ, അതിനെയും നമ്മൾ കളിയാക്കണ്ട, കാരണം അതിനൊരു തത്വമുണ്ട് എന്നൊക്കെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പൊതുവെ പല തരത്തിലാണ് ഭഗവാനിൽ പലരും എത്തുന്നത്, എല്ലാവരും ഒരേപോലെയല്ല. ജാരാത്മനു പരമാത്മതയാ സ്മരന്ത്യോ, പരമാത്മാവായിട്ടല്ല സ്മരിച്ചത്, ജാരനായിട്ടാണ്. നാര്യോഗത, എന്നിട്ട് എവിടെ എത്തി? പരമഹംസഗതിം ക്ഷണേന, പരമഹംസന്മാർ എത്തിച്ചേരുന്ന മുക്തിപദത്തിലാണ് അവർ എത്തിച്ചത്. ബ്രഹ്മാവിനും വിഷ്ണു ശിവനും കൂടി ഇല്ലാത്ത സ്ഥാനാത്രേ ഗോപികൾക്ക് കിട്ടിയത്. നിഷ്കളങ്ക ഭക്തിയുടെ മഹത്വമാണ് അവിടെ കാണിക്കുന്നത്. ശിവനും ബ്രഹ്മാവിനും ഇല്ലാത്ത സ്ഥാനേ ആലോചിച്ചു. ബ്രഹ്മശങ്കര മുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ, ബ്രഹ്മാവിനെയും ശിവനെയും കൂടി ബഹുമാനിപ്പിച്ചു. ഗോപസ്ത്രീകളെ കണ്ട അത്ര ബഹുമാനം എല്ലാവർക്കും. തദ്വാം പ്രകാശ പരമാത്മതനും കഥന്തിൽ ചിത്തേവഹൻ,
അമൃതമശ്രമമശ്നവീയാം. അങ്ങേ ഏത് പ്രകാരത്തിലും മനസ്സിൽ ധരിച്ചുകൊണ്ട് പ്രയാസം കൂടാതെ എനിക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ അങ്ങേ പ്രാപിക്കാൻ സാധിക്കണമേ. പ്രാർത്ഥനയുണ്ട് അവിടെ. വഹാൻ അമൃതമസ്നമമശ്നുവീയ, എത്താനായിട്ട് സാധിക്കണമേ. ശിവാലാദികൾ അവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ പോലെ വിചാരിക്കാൻ എനിക്ക് പറ്റണില്ലല്ലോ. സ്നേഹത്തോട് കൂടിയിട്ട് ഗോപികളെ പോലെ വിചാരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അതുമില്ല. ഒന്നിനും ഞാൻ അർഹനല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വിധത്തിൽ അങ്ങ് എന്നെ രക്ഷിക്കണം. ഏത് വിധത്തിലാണെന്ന് എനിക്ക് തന്നെ പറയാൻ അറിയില്ല. ഗുരുവായൂരപ്പ, അങ്ങേയറ്റത്തെ വിനയം, ഭഗവാനിലെത്താനുള്ള മാർഗം ഏതാണ് എന്ന് ഭഗവാൻ തന്നെ നിശ്ചയിക്കണം. ആഗ്രഹം എനിക്കുണ്ട്, അത്രയേ ഉള്ളൂ. വേറൊന്നിനും കഴിവില്ല. ശിവാലാദികളെ കുറ്റം പറയാനുള്ള കഴിവ് എനിക്കില്ല. കാരണം അവർ ഭഗവാനെ പ്രാപിച്ചില്ലേ. പ്രാർത്ഥിക്കില്ല, പ്രാപിച്ചുവല്ലോ. ഞാനെവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. ഗുരുവായൂരപ്പ, അത് അങ്ങാണ് നിശ്ചയിക്കാൻ. അഭ്യാഗതാഭിരപിതോ വ്രജസുന്ദരീഭിർമുക്തസ്മിതാത്രവദന കരുണാവലോകി നിസ്സീമകാന്തിജലധിസ്തമപേക്ഷ്യമാണോ വിശ്വേകഹൃദ്യഹരമേ പവനേശരോഗാൻ. ഇതിൽ 9 ശ്ലോകം കേട്ടോ ഈ ദശകത്തിൽ. വേറെ ഏതോ ഒരു ദശകം കൂടി ഉണ്ട്, അങ്ങനെ 2 ദശകമേ ഉള്ളൂ 9. ബാക്കിയൊക്കെ കൂടുതലാണ്, 11, 12, 15 എന്നൊക്കെ പറഞ്ഞിട്ട്. 4-ാമത്തെ ദശകത്തിൽ 15 ശ്ലോകമുണ്ട്. ഏറ്റവും കൂടുതൽ അതാണ്. ബാക്കിയൊക്കെ 11, 12, ചിലത് അധികവും 10. ഇവിടെ അത് 9. വേറൊന്നിലും കൂടി കണ്ടു 9. ഇത് 9 ശ്ലോക. അപ്പോൾ ഇവിടെ പറയണ വ്യാഗതാ വിരബിതോ പ്രജസുന്ദരീഭിർ അപിത അഭ്യാഗത അഭി. 2 വശത്തും നേരിട്ട് വന്ന് നിരന്ന് നിൽക്കുന്നതായിട്ടുള്ള ഗോപസ്ത്രീകളുടെ അപിത അഭ്യാഗതാഭി പ്രജസുന്ദരീഭി, എത്തിച്ചേർന്ന് ഭഗവാന്റെ 2 സൈഡിലും ആയിട്ട് നിൽക്കുന്നതായ ആ ഗോപിമാരെ വിളിച്ചു ഭഗവാൻ പറഞ്ഞു എന്നാണ്. ഭാഗവത്തിലും പറയേണ്ടത് എന്താ ഇപ്പം രാത്രി നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരാൻ കാരണം? രജന്യേഷ ഘോരരൂപ ഘോരസത്വ നിഷേവിത. രജനി രാത്രി, രജനി ഏഷ രജനി ഘോരരൂപ, വളരെ ഘോരമായിട്ടുള്ള രൂപമാണല്ലോ. സത്തുക്കളെ, പിശാചുക്കളെ, വൃഷ്ടമൃഗങ്ങൾ, വെളിച്ചില്ലാത്ത കള്ളന്മാരെ, സാമൂഹ്യദ്രോഹികളൊക്കെ ഈ രാത്രി പണ്ടുണ്ടതൊക്കെ ഉണ്ടാവും. ഇവരെ ഒന്നും ചിന്തിക്കാതെ രാത്രി സ്ത്രീകൾ പൊതുവേ നടക്കാറില്ല. പൊതുവേ അങ്ങനെയാണ് നടക്കാറില്ല. പിന്നെ എന്താണ് നിങ്ങൾ രാത്രി ഇങ്ങോട്ട് വരാൻ? അപ്പോൾ ഗോപസ്ത്രീകൾ ഒരുപാട് മറുപടി പറയുന്നുണ്ട്. ആ മറുപടികൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ജാരാത്മന അല്ല അവർ കൃഷ്ണനെ തേടി വന്നത്, പരമാത്മതയാ തന്നെയാണ്. 3 ശ്ലോകങ്ങളുണ്ട്. കുറേ ഗോപികളുടെ മറുപടി. സർവം ത്യജ ഭഗവാൻ തവ പാദമൂലം എന്ന് പറഞ്ഞിട്ട് കുറേ ശ്ലോകങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിർ മുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകി. പുഞ്ചിരി തൂകിയ മുഖത്തോട് കൂടിയിട്ട് കാരുണ്യത്തോടു കൂടി കരുണാവലോകി, കാരുണ്യമായിരിക്കുന്ന നോട്ടം കൊണ്ട് അങ്ങ് പറഞ്ഞു, നിസ്സീമ കാന്തി ജലധിസ്തമപേക്ഷ്യമാണോ. വളരെ അതിരറ്റ കാന്തി വിശേഷം തുളുമ്പുന്നവനായ അങ്ങ് അവരെ നോക്കിക്കണ്ട് അപേക്ഷ്യമാണ്. പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഒരു സംഭാഷണമൊക്കെ ഞാൻ അടുത്ത ദശകത്തിലാണ് വരിക. അവരെ നോക്കിക്കണ്ടു, പിന്നീട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള ഇൻട്രസ്റ്റഡാണ്. ആ ദശകം അവിടെ അവസാനിക്കുക. അഭ്യാഗതാഭിരപിതോ പ്രജസുന്ദരീവർ, എത്തിച്ചേർന്നതായിട്ടുള്ള ഗോപസ്ത്രീകളോട് മുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകി, കാരുണ്യത്തോടുകൂടി അവരെ നോക്കി, മന്ദസ്മിതം കൊണ്ട് ആർദ്രമായിട്ടുള്ള വദനത്തോടുകൂടി, നിസ്സീമ കാന്തി ജലധി, നിസ്സീമമായിരിക്കുന്ന ആ ഭംഗിയും സൗന്ദര്യവും, വനസുന്ദര എന്ന് വിളിച്ചു രുക്മിണിയില്ലേ, അങ്ങേപോലെ സൗന്ദര്യത്തിൽ കവച്ചു വയ്ക്കാൻ ഈ ലോകത്തിൽ ആരാണുള്ളത്? ഭുവനസുന്ദര നിസ്സീമ കാന്തി ജലധി തമപേക്ഷ്യമാണോ വിശ്വേകഹൃത്യഹരമേ പവനേശരോഗാൻ. ലോകത്തിൽ വെച്ച് അതിസുന്ദരമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയതായിട്ടുള്ള ഗുരുവായൂരപ്പ,
എൻ്റെ രോഗത്തെ മാറ്റിത്തരേണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം അവസാനിക്കുകയാണ്. അടുത്ത ദശകം മുതൽക്കുള്ള ഭാഗം അടുത്ത ഭാഗത്തിൽ നോക്കാം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സമയം കുറച്ചേ ആയുള്ളൂ, പക്ഷേ അടുത്ത ദശകം എന്ന് തുടങ്ങണ്ടെന്ന് വെച്ചിട്ടാണ്. എല്ലാവർക്കും നമസ്കാരം.